സമയം 11 മണി കഴിയുമ്പോൾ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. നമ്മൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന റേഹാൻ അയച്ച ഒരു മെസ്സേജിനെ കുറിച്ചാണ്. റേഹാന് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യമാണ് ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. നിതയാണെങ്കിൽ അത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. റേഹാൻ നിതയുടെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇതെനിക്കിഷ്ടമല്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും തുറന്നു പറഞ്ഞിട്ടും നിത അത് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാ. ഒന്നെങ്കിൽ നിതയുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ റേഹാൻ അവളെ ലീവ് ചെയ്യുക എന്നാ ശാലിനി പറഞ്ഞേക്കുന്നേ. ആതിര പറയുന്നേ അത് ഓരോരുത്തരുടെയും ക്യാരക്ടറിന്റെ പ്രത്യേകതയല്ലേ, അപ്പം അത് അഡ്ജസ്റ്റ് ചെയ്തൂടെ? നമുക്ക് ദേഷ്യം വരുന്ന കാര്യം നമ്മൾ എത്ര പറഞ്ഞാലും ലവർ ആവർത്തിച്ചാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. എത്രത്തോളം പറ്റും? അങ്ങനെ പറ്റാതെ വന്ന ശാലിനി പറഞ്ഞ വഴി പിന്തുടരേണ്ടി വരും അല്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എമ്മിൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ദേഷ്യം വന്ന് അപ്പം തന്നെ ഫോൺ ഓഫ് ചെയ്യും. പിന്നെ യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. എത്ര പറഞ്ഞാലും അവളത് മാറ്റത്തുമില്ല. എനിക്കാണേ ഇതാ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം എന്ന് റേഹാൻ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് റീനുവിൻ്റെയും ഗോപി സുന്ദറിൻ്റെ അടുത്തേക്ക് അയച്ചതായിരുന്നു. അന്ന് ഗോപി പറഞ്ഞ എന്താണെന്നറിയോ? കേട്ടു നോക്കിയേ. ഒരു ഫൊർഗീവ്നെസ്സും കൂടി ചേർന്നതാണല്ലോ. എന്തൊക്കെ തെറ്റായിട്ടുണ്ടെങ്കിലും ആ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉള്ള ആളുകളാണ്. ഇപ്പോൾ എല്ലാ പോസിറ്റീവും കണ്ട് ആരാധിക്കുകയാണെങ്കിൽ ചില നെഗറ്റീവ്സും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കുക, അല്ലെങ്കിൽ അത് ഫൊർഗീവ് ചെയ്യുക. അതിനൊരു കോംപ്രമൈസ് ലെവൽ എത്തുമ്പോഴാണ് അതൊരു ലവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റും. പിന്നെ എവിടെയാണ് ഈ ബ്രേക്കപ്പ്? ഒരർത്ഥത്തിൽ നോക്കിയാൽ ശരിയല്ലേ റേഹാൻ? തെറ്റും കുറ്റമൊക്കെ കുറച്ച് ക്ഷമിച്ചൂടെ? അല്ലാതെ ആ സമയത്ത് തന്നെ ചാടിക്കേറി അത് ബ്രേക്കപ്പ് ആയാലും ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്നോട് പറഞ്ഞൂടെ? ഫേസ്ബുക്കിൽ വാ, ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ആൻഡ് കീപ് ലിസണിംഗ് ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ് ആൻഡ് റീനു. മറക്കാനും ക്ഷമിക്കാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രണയം? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഗോപി സുന്ദര ഇത് നേരത്തെ പറഞ്ഞ്. എന്നാൽ എനിക്ക് ഒരഭിപ്രായം പറയാനുണ്ട് കേട്ടോ. ചില ലവേഴ്സില്ലേ, അവർ ഒരുപാട് ക്ഷമിക്കും. അപ്പം എന്ത് സംഭവിക്കുന്നതെന്നറിയോ? മറ്റേയാള് അത് ഇയാളുടെ ഒരു വീക്ക്നെസ് ആയിട്ട് എടുക്കും. എനിക്കെന്തും കാണിക്കാം, ഞാൻ എന്ത് കാണിച്ചാലും അവൻ അല്ലെങ്കിൽ അവള് ക്ഷമിക്കത്തില്ലേന്ന്. നമ്മൾ താഴ്ന്നു കൊടുക്കുന്തോറും നമ്മുടെ തലയിൽ കയറിയാൽ എന്താ ചെയ്യുക? റിലേഷൻഷിപ്സ് ഒരു വശത്തേക്ക് മാത്രമല്ലല്ലോ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണ്ടേ, അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, മറ്റേയാളെ ദേഷ്യം പിടിപ്പിക്കാതെ നോക്കണ്ടേ? അയ്യോ, എന്ന് വെച്ചിട്ട് നന്നാകാൻ ശ്രമിക്കുന്നവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഒരാൾ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവസരം കൊടുക്കണം. റേഹാൻ, നിതയെ ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. അവൾക്ക് മാറാൻ പറ്റിയാലോ? ഇനി അങ്ങനെ അവൾ മാറാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. പറയാൻ പറ്റില്ലെന്നേ, മനുഷ്യന്റെ ക്യാരക്ടറല്ലേ. ചിലപ്പോൾ ഒറ്റയടിക്ക് ആള് മാറിപ്പോയാലോ? വിചാരിക്കാത്ത രീതിയിൽ ഒരു ട്വിസ്റ്റ് ഈ റിലേഷൻഷിപ്പിൽ വന്നാലോ? അല്ലേ? ഇപ്പോൾ നിങ്ങൾ ഒട്ടും വിചാരിക്കാത്തൊരു പാട്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. പിന്നെ ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിങ്ങളെ കാത്ത് റീനു, ഞാനും ഇവിടെ ഉണ്ടാവും. പ്രണയിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല, അതിനിടയിൽ എവിടെയാ വെറുക്കാനുള്ള സമയം? ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇത് ചോദിക്കുന്ന റീനു ആണ് കേട്ടോ. നമുക്കെല്ലാവർക്കും തിരക്കോട് തിരക്കാം. വെല്ലോ കാലത്തും ഒന്ന് കഷ്ടപ്പെട്ടിട്ടാ പ്രണയിക്കുന്ന ആളെ ഒന്ന് കാണുന്നേ. ആ സമയത്ത് വഴക്കുണ്ടാക്കാനാ നോക്കുക. കാണുന്ന കാര്യം വിട്. ഫോണിൽ സംസാരിക്കുകയാകട്ടെ, മെസ്സേജ് ചെയ്യാവട്ടെ, ചാറ്റ് ചെയ്യാവട്ടെ, നമ്മളെല്ലാവരും എന്തിനാ നമ്മളുടെ ലവറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നേ? കുറച്ച് സ്നേഹത്തിന്, കുറച്ച് കംഫർട്ടിന്. അതും എന്തോരം തിരക്കുകളുടെ ഇടയിൽ നിന്നാണ് നമ്മൾ ചെല്ലുന്നത്. ആ സമയത്തൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്ന ആർക്കാ അതുകൊണ്ട് ഗുണം? രണ്ടുപേർക്കും വിഷമ. എന്തിനാ നല്ലൊരു റിലേഷൻഷിപ്പ് തകർക്കുന്നേ? നമ്മളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളെ വിഷമിപ്പിക്കുന്നേ? വേണ്ടെന്നേ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ് ഇന്ന് റീനുദ പോകുന്ന സമയമായി. അതിനു മുന്നേ പറയട്ടെ, ലവ്, കീപ് ലവിങ് ആൻഡ് കീപ് ലിസണിംഗ് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് എഫ്എം. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന്